Hi everyone, welcome back to my channel Sway Away. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ മലയാളത്തിലാണ് ചെയ്യുന്നത് because ऐसी मन किया तो कर दिया. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകണം using very minimal number of products and also those products which are easily available in the market. Shut up. Okay, there are variety number of noises that is coming from here and there. Number one, my chair, it's creaking. അത് കുറേ അധികം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് മാറ്റാൻ പോകാം. നമ്പർ ടു, മൈ ഫാൻ ഇല്ലാത്ത ഇവിടെ ഇരിക്കാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഓഫ് ചെയ്യാൻ പറ്റില്ല. പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ എല്ലാത്തിൻ്റെയും കൂട്ടിയിട്ട് അങ്ങോട്ട് നമ്മൾ കുറേ വോയിസ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ചെയറൊന്ന് മാറ്റി വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് വെയിറ്റ് വെച്ചാലോ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. വളരെ ഈസിലി കിട്ടാൻ പാകത്തിനുള്ള പ്രൊഡക്ട്സാണ്. നിങ്ങൾക്ക് ഏത് കടയിലോ അല്ലെങ്കിൽ ഓൺലൈൻ നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്ട്സാണ്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ എം ഗോയിങ് ടു യൂസ് കാര വൈപ്സ്. നിങ്ങളുടെ ഫേസിലുള്ള എല്ലാ ഓയിലും ഇഫ് യു ഹാവ് അപ്ലൈഡ് എനി മോയ്സ്ചറൈസർ ഇതൊക്കെ നിങ്ങൾ കളയണം. എൻ്റെ കൺമഷിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒന്നും കൺമഷി പോവുകയില്ല എൻ്റെ കണ്ണിൽ. സോ അതൊക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് wipe it off. That's it. The first thing that you have to apply on your face is a moisturizer. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെറ്റാഫിൽ മോയ്സ്ചറൈസറാണ്. ഇത് 100 ml ആണ്. ഇറ്റ്സ് വർത്ത് 410 rupees. അപ്പോൾ ഇതിനേക്കാൾ ചെറുതും കിട്ടും. 30 ഗ്രാമിൻ്റെ ട്യൂബ് കിട്ടും. യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ദിസ്. ദീസ് moisturizers are really good. Moisturizing your face is very important. നമുക്ക് ആദ്യം മോയ്സ്ചറൈസ് ചെയ്യാം. മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു നീഡ് നോട്ട് യൂസ് ദിസ് എവറി സിംഗിൾ ഡേ. പക്ഷെ ഞാനിതൊരു ഓപ്ഷനായിട്ട് പറയുകയാണ്. യു ക്യാൻ യൂസ് ദിസ് ഇഫ് യു ആർ ഗോയിങ് ടു അപ്ലൈ സം ഹെവി ബേസ് ഓൺ യുവർ ഫേസ്. നിങ്ങളുടെ പോഴ്സ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ പോഴ്സിൻ്റെ ഉള്ളിൽ മേക്കപ്പ് പോവാതിരിക്കാനാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യണം. സോ ദിസ് ഇസ് ഇൻസൈഡ് പ്രൈമർ. 240 rupees ആണ്. വർക്ക്സ് പ്രിറ്റി ഡീസെൻ്റ്ലി. ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഓൺ യുവർ നോസ്, അണ്ടർ യുവർ ഐ ആൻഡ് ഓൺ യുവർ ഫോർഹെഡ്. ഇവിടേക്കാണ് അധികം ചാൻസസ് ഉള്ളത്. ഈ ബ്രേക്ക്ഔട്ട്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ജസ്റ്റ് ഈ ടീ സോണിൽ അപ്ലൈ ചെയ്ത് നോസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് വേറെ എവിടെയും അങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ ഗോയിങ് ടു അപ്ലൈ നല്ല ഹെവി ബേസ് ആണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെവി മേക്കപ്പ് ലുക്കാണ് വേണ്ടത് വെച്ചാൽ യു ക്യാൻ ഗോ ഫോർ കറക്റ്റേഴ്സ്. നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് ഒളിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ നാച്ചുറൽ ലുക്കിലേക്കാണ് പോണത്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു യൂസ് എ കൺസീലർ. സോ ദിസ് ഇസ് ദ കൺസീലർ പാലറ്റ് ഫ്രം സ്വിസ് ബ്യൂട്ടി. വളരെ ചീത്ത കണ്ടീഷനാണ്. The name of this palette is Swiss Beauty Ultra Base Concealer Palette, and this costs for 449 rupees. ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. സോ ദിസ് ഇസ് എ കറക്റ്റർ. ഇതൊരു ബ്രൗൺ സ്കിന്നിന് കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യണതാണ് ഓറഞ്ച് കറക്റ്റേഴ്സ്. Now I am going to take a tone which is closer to my skin tone. Okay, just under eye and കണ്ണിൻ്റെ മുകളിൽ കുറച്ച്. Again, you don't have to apply too much of the concealer because it will look very unnatural. കുറച്ച് ലൈറ്റായിട്ട് തോന്നുന്നുണ്ടാവും. ഒബ്വിയസ്ലി ഇത് ലൈറ്റാണ്. നമ്മളിതിന് മുകളിൽ ഫൗണ്ടേഷൻ തേച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മിക്സ് ഇറ്റ് അപ്പ് വെൽ വിത്ത് ദാറ്റ്. അപ്പം ഞാനൊരു ഒരു ബ്യൂട്ടി ബ്ലെൻഡറിനെ ഡാംപ് ചെയ്യാൻ പോവാണ് റോസ് വാട്ടറായിട്ട്. Then I am going to blend it. പ്രോപ്പർലി സ്കിന്നിൽ ബ്ലെൻഡ് ആവണം. ഇത്തിരി വൈറ്റിഷ് ടോൺ വരുന്നുണ്ട് എൻ്റെ ഫേസിൽ. ബട്ട് ദാറ്റ്സ് ഫൈൻ. വി വിൽ കവർ ഇറ്റ് അപ്പ് വിത്ത് ആ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന് ഞാൻ Maybelline Fit Me ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. 549 rupees. 30 ml ബോട്ടിലാണ്. ഓർ എൽസ് യു ക്യാൻ ഓൾസോ ബൈ ദീസ് Fit Me ഫൗണ്ടേഷൻ ട്യൂബ്. ഇതിൻ്റെ 300 rupees, 299 rupees. ഫൗണ്ടേഷൻസ് പലതും ഓക്സിഡൈസ് ആവും. അപ്പോൾ ഓക്സിഡൈസ് ആവുമെന്ന് പറഞ്ഞാൽ അത് സ്കിന്നിൽ ഡീപ്പൻ ആയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് കളർ ആവാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞാൽ ബ്ലാക്കിഷ് ഗ്രേയിഷ് കളർ വരാൻ തുടങ്ങും. സോ സീ ടു ഇറ്റ് യു ആർ യൂസിങ്
a shade lighter than your skin tone, because that will allow it to mix up with your skin. ഒന്ന് ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൺസീൽ ചെയ്ത ഭാഗങ്ങളെ കവർ ചെയ്ത് ഒരു കുറച്ച് ഈവൻനെസ് വരാം. ഫൗണ്ടേഷൻ ബ്രഷ് നിങ്ങൾ ബ്രഷസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സീ ടു ഇറ്റ് യു ആർ ബൈയിങ് എ സെറ്റ് ഓഫ് ബ്രഷസ് ടുഗെദർ. അതിൽ ഓൾമോസ്റ്റ് എല്ലാം കവറപ്പ് ആവും, ഫൗണ്ടേഷൻ ബ്രഷും ഐ ഷാഡോ ബ്രഷും ഒക്കെ. ആൻഡ് ഐ എം ഗോയിങ് ടു അപ്ലൈ ഇറ്റ് അണ്ടർ മൈ ഐസ്, മെയിൻലി അറൗണ്ട് മൈ മൗത്ത്. കഴുത്ത് മറക്കരുത്, അതൊരു തല മാത്രം വേറെ വെച്ച പോലെയാവും. ആൻഡ് ദെൻ use your blender and ഈ ഫോർ ഹെഡ് ഏരിയയിൽ ഈ നമ്മളെ ഹെയർ ലൈനിൽ മിക്സപ്പ് ചെയ്യാൻ നോക്കണം. ബിക്കോസ് അവിടെ വീണ്ടും നമ്മളുടെ ഈ പറഞ്ഞ പോലെയാണ് വേറെ കളർ കാണാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫേസ് വളരെ ഈവൻ ടോൺഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്നെ പോലെ ഇവിടെ പിഗ്മെൻറ്റഡ് അല്ല, അല്ലെങ്കിൽ ഇവിടെ അത്ര ഷെയ്ഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, യു ക്യാൻ സ്കിപ്പ് കൺസീലർ യു ക്യാൻ സ്കിപ്പ് ഫൗണ്ടേഷൻ. യു ക്യാൻ ജസ്റ്റ് കൺസീൽ ഓൺലി യോർ അണ്ടർ ഐസ്. നന്നായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് സെറ്റിംഗ് പൗഡർ ഇട്ട് യു ക്യാൻ ഫിനിഷ് ഇറ്റ് ഓഫ്. യൂസ് സം ബ്ലഷ് ആൻഡ് ജസ്റ്റ് ഫിനിഷ് ഇറ്റ് ഓഫ്. ഇത് ഭയങ്കര വലിയ പണിയുണ്ടോ ബ്ലെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ. ഐ എം ജസ്റ്റ് ഗോയിങ് ടു take eyebrow spoolie ഇത് വെച്ച് ഞാൻ ടൈം ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന്. Now you can choose. You can either go for an eyebrow pencil or you can use your eyeshadow palette. Middle നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. And ഇത് കഴിഞ്ഞാൽ I'll just mix it up again. ഓക്കെ, ഇത് കഴിഞ്ഞു. ഐ ഷാഡോ വെച്ചിട്ട് എങ്ങനെ ഫിൽ ചെയ്യാൻ, കുറച്ച് വാസ്ലിൻ നിങ്ങളുടെ കയ്യുമ്മ തേക്കുക. കയ്യുമ്മ തേക്കില്ല, കയ്യുമ്മ എടുക്കുക. ഈ സ്പൂലി അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഓടിച്ചിട്ട് ഐബ്രോന് ടേം ചെയ്യാം. ഇവിടെ ഞാൻ റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റാണ് എടുക്കുന്നത്. ഈ കളർ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകണം യൂസിങ് എ ആംഗുലർ ബ്രഷ്. ടേക്ക് വെരി ലിറ്റിൽ എമൗണ്ട്. അഗൈൻ എനിക്ക് ഈ കോർണറിലാണ് പ്രശ്നം. സോ ഐ ജസ്റ്റ് ഗോ. സോ വീണ്ടും മിക്സ് ചെയ്യാം. അത്ര മതി. വി ഹാവ് ടു ലുക്ക് വെരി നാച്ചുറൽ. കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവണം. ഇനി നമുക്ക് അതിന് മുന്നേ ബേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ നമുക്കൊരു ലൂസ് പൗഡർ വേണം. അപ്പോൾ ഹിയർ ഐ എം ടേക്കിംഗ് ലാക്മേ റോസ് പൗഡർ വിത്ത് സൺസ്ക്രീൻ. അപ്പം നമുക്ക് ഈ പൗഡർ നമുക്ക് ജസ്റ്റ് ബേസ് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് ഭയങ്കര ഓയിലി ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് പൗഡർ എടുത്ത് വിൽ ജസ്റ്റ് ബ്രഷ് ഓഫ്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ഷാഡോ ചെയ്യാം. ഒരു ചെറിയ സജഷനാണ്. ഇഫ് യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ സച്ച് പ്രൊഡക്റ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ തിങ്സ്, അങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങുകയായിരിക്കും നല്ലത്. ബിക്കോസ് എല്ലാത്തിനും ഓരോരോ പ്രൊഡക്റ്റ് വാങ്ങാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി എ വേസ്റ്റ് ഓഫ് മണി. ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് മൾട്ടിപർപ്പസ് യൂസുള്ള സാധനങ്ങൾ വാങ്ങാണ് ബെസ്റ്റ്. എൻ്റെ ഷെയ്ഡിന് അടുത്തായിട്ട് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഷാഡോ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഐ എം ജസ്റ്റ് യൂസിങ് എ ഫ്ലഫി ബ്രഷ്. ആ രണ്ട് കളറും മിക്സ് ചെയ്തിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു അപ്ലൈ ഇറ്റ് ഓൺ മൈ ഐലെറ്റ്സ്. സർക്കുലർ മോഷനിൽ ബ്ലെൻഡ് ചെയ്യുക. You can even go for a lighter tone. You can even use just this color and leave it. പക്ഷെ ഞാൻ ഇതിനെ കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഡെപ്ത് കൊടുക്കുകയാണ് കണ്ണിന്. എക്സസ് ഉണ്ടെങ്കിൽ വേറൊരു ബ്രഷ് എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത ബ്രഷ് എടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയാം. അല്ലെങ്കിൽ വേറൊരു ബ്രഷ് എടുത്ത്
അതേപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് എടുത്ത് എക്സസ് ഉള്ളതൊന്നും അങ്ങനെ കളഞ്ഞാൽ മതി. ഐ മീൻ ഐ ഷാഡോ ആയിരുന്നു ഇത്. ജസ്റ്റ് ബിക്കോസ് ഐ എം എക്സ്പ്ലെയിനിങ് ഇറ്റ്, എവറി സ്റ്റെപ്പിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോസസ്സായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയുന്ന ഒരു പ്രോസസ്സാണ്. എനിക്ക് ഈ രണ്ടും കോംബോ ഓഫറിൽ കിട്ടിയതാണ്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ പാലറ്റ് ഉള്ളത്. ഐ ഡു നോട്ട് യൂസ് എനി കളേഴ്സ് ഇൻ ദീസ് ഷിമ്മർ കളേഴ്സ് ഒന്നും ഞാൻ യൂസേ ചെയ്യാറില്ല. ഐ ജസ്റ്റ് യൂസ് ദീസ് 3 കളേഴ്സ് ഫോർ മൈ ബ്ലഷ്. ഐ ജസ്റ്റ് റൺ ഓവർ ദീസ് 3 കളേഴ്സ് ആൻഡ് എൻ്റെയൊക്കെ സ്കിൻ ടോണുള്ള ആൾക്കാരുടെ മുഖത്തൊന്നും അത്ര റെഗുലർലി റെഡ് ബ്ലഷ് അങ്ങനെ നാച്ചുറലി വരില്ല. അപ്പം നിങ്ങൾ വല്ലാതെ ഇട്ട് പോയത് നിങ്ങളത് വല്ലാതെ ഇട്ട് പോയി കഴിഞ്ഞാൽ അത് എന്തായാലും തോന്നും എനിക്ക് നിങ്ങൾ ബ്ലഷ് ഇട്ട് പോയതാണെന്ന് കഴിക്കാൻ. പക്ഷെ അങ്ങനെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, ബിക്കോസ് എനിക്കത് കുറേ അധികമായി പോലെ തോന്നുന്നു. സോ അപ്പം ഈ ഭാഗം പിന്നെയും കുറച്ച് ഡാർക്കാണെന്ന് തോന്നുന്നു എനിക്ക്. അത് ശരിയാവുമായിരിക്കും. ഇനി എന്താ, ഇനിയൊന്നുമില്ല. ഇനി നമുക്ക് ഐലൈനർ ഇടണം. ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ഓക്കെ. ലിപ്സ്റ്റിക്ക് ദിസ് ഇസ് കെയുടെ ലിപ്സ്റ്റിക്കാണ്, കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്. ഐ ലവ് ദിസ് കളർ. പക്ഷെ ഞാനിത് മിക്സ് ചെയ്യും. ഇത് ന്യൂഡ് കളറാണ്, ന്യൂഡ് പിങ്ക് അങ്ങനെയൊക്കെ എന്തൊരു കളറാണ്. മെലോ ഡ്രാമ എന്നാണ് ഇതിൻ്റെ പേര്. ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചതാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഇസ് മദ്രാസ് കാപ്പി. ഐ ലവ് ദിസ് കളർ. മദ്രാസ് കാപ്പി ഇത്തിരി വാഷ്ഡ് ഔട്ടായിട്ട് തോന്നും ചിലവർക്ക്. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് ഐലൈനറും കൺവേർഷൻ ചെയ്യാം. ഡെയിലി യൂസിന് ലാക്മി ഈസ് ദ ബെസ്റ്റ്. Okay, the next thing that I'm going to apply is kajal. You can either go for Himalaya kajal. Himalaya ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. എല്ലാവർക്കും സ്പ്രെഡ് ആവത്തില്ല, ചിലപ്പോൾ ആവില്ല ബിക്കോസ് ദ വേ ഐ അപ്ലൈ ഇറ്റ് ഡെഫിനറ്റ്ലി ഗെറ്റ്സ് സ്മച്ച്ഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐ എം ഗോയിങ് ടു യൂസ് കളർ ബാർ ഐ പെൻസിൽ. ജസ്റ്റ് ഗോയിങ് ടു റൺ. ഇത് കഴിഞ്ഞാൽ if you don't like to do this you can totally skip this. പക്ഷേ I love applying mascara. So ഇത് കൊലോസൽ മസ്കാരയാണ് and I guess this is also very reasonable. ഒന്ന് run through your eyelashes. That's it. നമ്മൾ ഇനി ഇഷ്ടമുള്ളവർക്ക് ഒരു പൊട്ടൊക്കെ തപ്പാം. ഇത് കൊണ്ടുപോകണം. Also, last but not the least, please do invest in a good setting spray. I have bought this Prep and Prime MACന്റെ Prep and Prime. ഒരു 3 പമ്പ് വില നോക്കിയാൽ ഒരു പമ്പ്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. പക്ഷെ അതിൻ്റെ മുമ്പ് ഐ ജസ്റ്റ് ഷോ യു വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ദാറ്റ് ഐ യൂസ്ഡ് ടുഡേ. ദ നമ്പർ ഓഫ് പ്രൊഡക്ട്സ്. ഓക്കെ, ഫസ്റ്റ് വൺ വെറ്റ് വൈപ്സ്. നിങ്ങൾക്ക് യു ക്യാൻ എലിമിനേറ്റ് ദാറ്റ്. മോയ്സ്ചറൈസർ, പ്രൈമർ യു ക്യാൻ എലിമിനേറ്റ്, കൺസീലർ, പിന്നെ ഫൗണ്ടേഷൻ. You can, if you have good skin without any pigmentation, you can skip that as well. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ കൺസിഡർ ചെയ്യാണ്. ഫൗണ്ടേഷൻ, പിന്നെ ലൂസ് പൗഡർ, ഡെഫിനറ്റ്ലി ലൂസ് പൗഡർ 4. പിന്നെ ഐ ഷാഡോയിൽ പ്ലീസ് ടു ഇൻവെസ്റ്റ് ബിക്കോസ് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം, ഐബ്രോ ഫിൽ ചെയ്യാൻ യൂസ് ചെയ്യാം, ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. 4 ഐ ഷാഡോ. പിന്നെ ഐബ്രോ പെൻസിൽ, യെസ്, ഐബ്രോ സ്പൂൾ. ബ്രഷസിൽ നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ, ബ്രഷസ് വേണം. പിന്നെ ലിപ്സ്റ്റിക്, പിന്നെ സെറ്റിംഗ് സ്പ്രേ. ഐലൈനർ, കാജലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ജനറൽ ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്തത്. ബട്ട് യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം.
ഞാനൊന്ന് മുടി സ്ട്രെയിറ്റൻ ചെയ്ത് കമ്മലൊക്കെ ഇട്ട് ഐ ആം സെറ്റ്. വളരെ ബേസിക് ആയിട്ടാണ് ചെയ്തത്, അധികമൊന്നുമില്ല. ഫോർ എനിബഡി ഹു ഈസ് ജസ്റ്റ് സ്റ്റാർട്ടിങ്, ഹു ഈസ് ജസ്റ്റ് ട്രൈങ് ടു ഡു മേക്കപ്പ് ഫോർ ദ ഫസ്റ്റ് ടൈം, അവർക്ക് തോന്നും ഇത് കുറേ അധികം ഉണ്ടെന്ന്. പക്ഷേ അത്രയൊന്നുമില്ല. ഇത് ഒരു ജനറലായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങണം എന്ന് ഞാൻ പറയില്ല. ബട്ട് വെനെവർ യു ആർ ഗോയിങ് ഫോർ എ പ്രസൻറ്റേഷൻ ഓർ നിങ്ങൾക്ക് വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബേസിക്കായിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയാൽ ദെൻ യു ക്യാൻ ഗ്രോ ഫ്രം ദെയർ. അപ്പോൾ do try this look and let me know have you liked it. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് ഫോട്ടോസ് അയയ്ക്കുക, ഇൻസ്റ്റഗ്രാം ടാഗ് ചെയ്യുക, എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് സെക്ഷൻ ബിലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.